ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറോട് കൂടിയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് എൻഡായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 16,983-ലും, സെൻസെക്സിൽ ഏകദേശം 195 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 57,064-ലും, ബാങ്ക് നിഫ്റ്റിയിൽ 281 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 35,695-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് സെക്ടറൽ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ലൊരു ഗെയിനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ എല്ലാ സെക്ടറുകളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും റിയാലിറ്റി IT സെക്ടറായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിനോടുകൂടി എൻഡായിട്ടുള്ളത്. അതുപോലെ തന്നെ മെറ്റൽ, ഓട്ടോ, ബാങ്ക് ഈ ഒരു സെക്ടറുകളായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രഷർ നേരിടുകയും ചെയ്തത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 22 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 28 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലും പോയി. അതിൽ തന്നെ പവർ ഗ്രിഡ്, ശ്രീ സിമൻസ്, ബജാജ് ഫിൻസർവ്, ടൈറ്റാൻ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റുകളിൽ എന്നിരുന്നാലും നേരിയ ഗെയിനുകൾ മിഡ് ക്യാപ്പിൽ റിപ്പോർട്ട് ചെയ്തു. 0.12% ഗെയിൻ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിൽ 1.34% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു വർദ്ധിച്ച വാല്യൂവിലേക്കാണ് വന്നിട്ടുള്ളത്. 21 മുകളിലാണ് ഇപ്പോൾ വോളറ്റിലിറ്റി ഇൻഡെക്സ് നിലനിൽക്കുന്നത്. അതായത് മാർക്കറ്റ് കൂടുതൽ വോളറ്റൈൽ ആവുന്നു എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു വോളറ്റിലിറ്റി ഇൻഡെക്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ SGX നിഫ്റ്റിയൊക്കെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് സ്റ്റാർട്ടിനുള്ള സാധ്യതകളായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ചെറിയൊരു ലോസോട് കൂടി ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പണായി. എന്നാൽ പിന്നീട് പ്രത്യേകിച്ചും യു എസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒമിക്രോൺ എന്ന് പറഞ്ഞ വേരിയൻ്റൊക്കെ വന്നുവെങ്കിലും ലോക്ക്ഡൗണിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു അപ്ഡേറ്റുകളൊക്കെ വന്നത് മാർക്കറ്റിനൊരു ഗുണകരമായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, GST നമ്പേഴ്സൊക്കെ നല്ലൊരു GST ഡാറ്റയൊക്കെ വരും എന്നുള്ള പ്രതീക്ഷകളും ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ബൂസ്റ്റ് കൊടുത്തു. തുടർന്നൊരു പോസിറ്റീവിലേക്ക് മാർക്കറ്റ് വരാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് വന്നൊരു അപ്ഡേറ്റ്, അത് മൊഡേണയുടെ CEO കൊറോണ വാക്സിൻ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കൊറോണയുടെ ഈ ഒരു പുതിയ വകഭേദം ഒമിക്രോൺ എന്ന് പറഞ്ഞ വേരിയൻറ്റിന് ഇപ്പോൾ കണ്ടുപിടിച്ച വാക്സിനൊന്നും ഫലപ്രദമാകുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആശങ്ക അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാർത്ത വന്നത് മാർക്കറ്റിനെ വീണ്ടും ഒരു സെല്ലിംഗ് മോഡിലേക്ക് കൊണ്ടുപോയി. സെല്ലിംഗ് പ്രഷർ പിന്നീട് തുറന്ന് മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നു. ഉണ്ടായ ഗെയിനിനൊക്കെ ഇറേസ് ചെയ്തുകൊണ്ട് ഒരു ബിയറിഷ് ഇൻവേർട്ടഡ് ഹാമർ കണക്കിലുള്ളൊരു പാറ്റേൺ ഫോർമേഷൻ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഡോജി പാറ്റേൺ തുടർന്ന് ഒരു ഇൻവേർട്ടഡ് ഹാമർ ബിയറിഷ് പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. അതുമാത്രമല്ല, മാർക്കറ്റിന് ഈ ഒരു ഡോജിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് എൻഡാകാൻ സാധിച്ചിട്ടില്ല. 17,150 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് എൻഡാകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോഴും നമുക്ക് കൺഫേം ആയിട്ടില്ല അപ് ട്രെൻഡിനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേഷന് വേണ്ടി മാർക്കറ്റ് ശ്രമിക്കുന്നത് പോലെ കാണുന്നു. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 16,780-90 ഈ ഒരു റേഞ്ചിലായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട്, ഈ ഒരു ഡോജിയുടെ ലോ ആയിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒന്ന് കോഷ്യസ് ആയിട്ട് തന്നെ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഈ ഒരു കൊറോണയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റുകളൊക്കെ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അതിനോട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസത്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പബ്ലിഷ് ആകാൻ പോകുന്നു. ആ ഒരു ഡാറ്റയും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ബിയറിഷ് ഇൻവേർട്ടഡ് ഹാമർ കണക്കിനുള്ള പാറ്റേൺ ഫോർമേഷൻ ആണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇന്നുണ്ടായ ഒരു ഗെയിനെ എല്ലാം ഇറേസ് ചെയ്തുകൊണ്ട് ബിയറിഷ് ഫോർമേഷനോട് കൂടിയാണ് ബാങ്ക് നിഫ്റ്റി എൻഡായിട്ടുള്ളത്. 3 സ്റ്റോക്കുകളാണ് ആകെ അഡ്വാൻസസിൽ പോയത്. 9 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലേക്കും ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഇനി നമുക്കൊരു കൺഫർമേഷൻ ഏകദേശം 36,340 മുകളിലേക്കൊക്കെ ഇതിനും ബ്രേക്ക് ചെയ്ത് എൻഡായി കഴിഞ്ഞാൽ നമുക്ക് അപ് സൈഡിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ബാങ്ക് നിഫ്റ്റിയും ഒന്ന് കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള സെക്ടറുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിയാലിറ്റി സെക്ടറിലും ഒരു ഇൻവേർട്ടഡ് ഹാമർ കണക്കിനൊരു പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഒരു 480-500 ഈ ഒരു റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പോലെ കാണുന്നു റിയാലിറ്റി സെക്ടറിൽ. അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ റിയാലിറ്റി സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടാണുള്ളത്. 7 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 3 എണ്ണം ഡിക്ലൈനിങ് മോഡിലേക്കും ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം 5 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 10 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് പോയിട്ടുള്ളത്. ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആണുള്ളത് ഡോജിക്ക് ശേഷം.
ഇപ്പോഴും ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം കൺഫർമേഷൻ ഒന്നുമില്ല. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒന്ന് കോഷ്യസ് ആയിട്ട് തന്നെ ഓട്ടോ സെക്ടറിനെ വാച്ച് ചെയ്യുക. നാളെ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതുപോലെ നവംബർ മാസത്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പബ്ലിഷ് ആകാൻ പോകുന്നു എന്നുള്ളതും ശ്രദ്ധിക്കുക. ഇനി ഐ ടി സെക്ടറിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും ഒരു ഡോജി കണക്കിനുള്ള പാറ്റേൺ ഫോർമേഷനോട് കൂടിയാണ് എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ 34,500 മുകളിൽ ഒരു സപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഐ ടി സെക്ടർ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലുകൾ വരും ദിവസങ്ങളിലും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ടി സെക്ടറിന് ഗുണകരമായിട്ട് പ്രതീക്ഷിക്കാം. ഇന്ന് 8 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 2 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു ഐ ടി സെക്ടറിൽ നിന്നത്. അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ പോസിറ്റീവിലായിട്ട് വരുന്നതായിട്ട് കാണുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ലോസിലേക്ക് പോയൊരു സെക്ടറായിരുന്നു മെറ്റൽ സെക്ടർ. നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷനോട് കൂടിയാണ് എൻഡ് ആയിട്ടുള്ളത്. വീണ്ടും 5150 റേഞ്ചിലൊരു സപ്പോർട്ട് സോണിൻ്റെ മുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. അതിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി 5000 റേഞ്ചുകളിലാണ് അടുത്തൊരു സപ്പോർട്ട് സോൺ മെറ്റൽ സെക്ടറിലുള്ളത്. മെറ്റൽ സെക്ടറിൽ നോക്കുമ്പോൾ 4 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 11 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലേക്കുമാണ് നിന്നത്. മൊത്തത്തിലൊരു നെഗറ്റീവ് ഔട്ട്ലുക്കാണ് മെറ്റൽ സെക്ടറിനും ഇപ്പോൾ ഉള്ളത്. ഇനി FMCG സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 5 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു നിന്നത്. ഒരു ബുള്ളിഷ് ഇൻവേർട്ടഡ് ഹാമർ കണക്കിനുള്ള പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതകൾ FMCGയിൽ പ്രതീക്ഷിക്കാം. 10 സ്റ്റോക്കുകൾ അഡ്വാൻസ്ഡ് ഡിക്ലൈൻസ് റേഷ്യോ പോസിറ്റീവ് മോഡിൽ നിലനിൽക്കുന്നു എന്നുള്ളത് FMCGക്ക് ഒരു ഗുണകരമാണ്. എന്നാലും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ നമുക്ക് ഇനിയും തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫാർമയിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 10 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് പോയത്. ഡോജി കണക്കിലുള്ള ഒരു പാറ്റേൺ ഫോർമേഷനോട് കൂടി ഫാർമ സെക്ടർ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻഡിസിസീവ്നെസ് ആണ് ഫാർമ സെക്ടറിലും ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 സ്റ്റോക്കുകളാണ് അഡ്വാൻസസിൽ നിന്നത്. 6 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്താണ് മീഡിയ സെക്ടർ വീണ്ടും നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ടറുകൾ എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെൻഡ് കൺഫർമേഷൻ എന്ന് പറയാനില്ല. മാർക്കറ്റിൻ്റെ ഒരു കൺഫർമേഷനോട് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനോട് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഒരു സെക്ടറിനെയും അതുപോലെ തന്നെ സ്റ്റോക്കുകളെയും സമീപിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് നിലനിൽക്കുന്നത്. നെഗറ്റീവ് ഓപ്പണിങ്ങുള്ള സാധ്യതകൾ US മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലും ഒരു സെല്ലിംഗ് പ്രഷറോട് കൂടിയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും മൊഡേണയുടെ CEOൻ്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകളാണ് യൂറോപ്യൻ മാർക്കറ്റുകളിലും ഈ ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ മിക്സഡ് ട്രെൻഡാണുള്ളത്. SGX നിഫ്റ്റി 29 പോയിൻറ്റ്സ് ഗെയിനോട് കൂടി ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും നാളെ രാവിലെയും കൂടെ SGX നിഫ്റ്റി വാച്ച് ചെയ്യുക. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട്. 75.16 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും സെല്ലിംഗ് ആണുള്ളത്. ഇന്നലെയും 3332 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലിലാണുള്ളത്. ഈ ഒരു മാസം ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ 34,456 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ മാസവും സെല്ലിംഗ് മോഡിലായിരുന്നു. ഈ ഒരു മാസം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടിയതായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി ഇതൊരു അപ്ഡേറ്റ് ആയിട്ടില്ല. തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് ട്രാക്ക് ചെയ്യുക. എന്നിരുന്നാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് സപ്പോർട്ടീവായിട്ടല്ല ഉള്ളത്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുമ്പോൾ 4,611 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാസം ഇതുവരെ 25,210 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെ സപ്പോർട്ടീവായിട്ടല്ല. രൂപയും ഇന്ന് അധികം സപ്പോർട്ടീവായിട്ടല്ല ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു സപ്പോർട്ടീവ് എന്ന് പറയാനില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു അപ്ഡേറ്റുകളൊക്കെ വന്നതിനെ തുടർന്ന് നാളെ രാവിലെ SGX നിഫ്റ്റി വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിനെയും കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ട്രേഡേഴ്സ് ആയിട്ടുള്ളവർ പറയുന്ന പോലെ തന്നെ നിങ്ങൾ അന്നത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പൊസിഷണൽ ട്രേഡേഴ്സൊക്കെ ഒന്ന് കോഷ്യസ് ആയിട്ട് മാർക്കറ്റിലേക്ക് വാച്ച് ചെയ്യുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രെൻഡ് അനുസരിച്ച് സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ടൈറ്റാൻ്റെ സ്റ്റോക്കിനൊന്ന് ട്രാക്ക് ചെയ്യുക. ഹാമറിന് ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് പാറ്റേൺ ടൈറ്റാൻ്റെ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും മാർക്കറ്റുകൾ സപ്പോർട്ടീവ് ആണ് എങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. APL അപ്പോളോ ട്യൂബ് ഈ ഒരു സ്റ്റോക്കിലും ഈ ഒരു ഓഹരിയിലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് 2 ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. വോളിയത്തിലും ഒരു വർധനവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 938 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളാണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. അതിൽ നിന്നും ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ വീണ്ടും റാലിക്കുള്ള സാധ്യതകൾ APL അപ്പോളോ ട്യൂബിൽ നിലനിൽക്കുന്നു. KNR കൺസ്ട്രക്ഷൻസിൻ്റെ സ്റ്റോക്കിലും സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷൻ, ഒരു ഹാമർ കണക്കിനുള്ള പാറ്റേണിന് ശേഷം വീണ്ടും ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത്. ഇനി 284 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ സാധ്യതകൾ KNR കൺസ്ട്രക്ഷൻസിലും ഉണ്ട്. വോൾട്ടാസിൻ്റെ ചാർട്ടും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഒരു വോൾട്ടിലിറ്റി 2 ദിവസങ്ങളായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്.
അപ്പോൾ ട്രേഡിങ്ങിലൊരു പോസിബിലിറ്റികളൊക്കെ ഈ ഒരു സ്റ്റോക്കിലും ഒന്ന് കണ്ടെത്താമെന്ന് തോന്നുന്നു. ഇനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഈ ഒരു ഓഹരിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ബുള്ളിഷ് ട്രെൻഡിലുള്ളൊരു സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി പിരമാൽ എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് ഇൻവെർട്ടഡ് ഹാമർ കണക്കുള്ള ഒരു പാറ്റേൺ ഫോർമേഷനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഓഹരികൾ കൺസിഡർ ചെയ്യുന്നതും ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ രത്നാമണി മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 297 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ നിന്നും വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. IRCTCയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് വന്നത് അവർ റെഡ് ബസ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അവർ റെയിൽ ടിക്കറ്റ് ബുക്കിങ്ങിനുള്ളൊരു പ്ലാനും അതിൻ്റെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൊരു പ്ലാനും ആലോചിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് IRCTCക്ക് ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇക്കോ എന്ന് പറഞ്ഞ മോഡലിന് അവരുടെ ഇക്കോയുടെ നോൺ കാർഗോ വേരിയൻറ്റിന് ഒരു 8,000 രൂപയുടെ പ്രൈസ് ഹൈക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നു. പാസഞ്ചർ എയർ ബാഗ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനാലാണ് ഈ ഒരു പ്രൈസ് ഹൈക്ക് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുജറാത്തിലുള്ള പ്ലാന്റിൽ ഒരു ബിസിനസ് എക്സ്പാൻഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ധാരണാപത്രം അതിൻ്റെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനൊക്കെ ഒന്ന് തുടങ്ങാനായിട്ടുള്ള ഒരു ധാരണാപത്രം ഗുജറാത്ത് ഗവൺമെൻറ്റുമായിട്ട് അവർ സൈൻ ചെയ്തിരിക്കുന്നു. അവരുടെ പെയിൻറ്റിൻ്റെ നിർമ്മാണം അതിൻ്റെ കപ്പാസിറ്റി 1.3 ലക്ഷം കിലോ ലിറ്ററിൽ നിന്നും 2.5 ലക്ഷം കിലോ ലിറ്ററായിട്ട് ഉയർത്താനും എമൽഷൻ്റെ നിർമ്മാണം 32,000 മെട്രിക് ടണ്ണിൽ നിന്നും 85,000 മെട്രിക് ടണ്ണായിട്ട് ഉയർത്താനുമാണ് ഈ ഒരു ബിസിനസ് എക്സ്പാൻഷൻ വഴിയായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്കിനൊരു ഗുഡ് ന്യൂസ് ആയിട്ട് ഇത് നിലനിൽക്കുന്നു. ഇനി ലുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ സൈഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ലേണിംഗ് പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും PG സ്റ്റുഡൻസ് പൾമോളജിയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന PG സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി IPO സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർ ഹെൽത്തിൻ്റെ IPO ഇന്ന് ഡേ 1 ആണ്. 9% സബ്സ്ക്രിപ്ഷനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വരെ കണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഗോ ഫാഷൻസിൻ്റെ IPO ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. നല്ലൊരു പ്രീമിയം, അതായത് 90% മുകളിലുള്ള പ്രീമിയത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 690 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസെങ്കിൽ 1316 ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും ഒക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് മീ. നമുക്ക് വീണ്ടും ഞാൻ മാക്സിമം കണ്ടിന്യൂറ്റിയോടുകൂടി ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.